ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അധ്യായം 50 വാക്യം 21. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 50:21 യോസേഫ് അഥവാ അബ്രഹാമിൻ്റെ മകനായ, ഇസഹാക്കിൻ്റെ മകനായ, യാക്കോബിൻ്റെ മകനായ യോസേഫ് തൻ്റെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നതാണ് നാം കേൾക്കുവാനിടയായത്. ഇവിടെ യോസേഫ് തൻ്റെ സഹോദരന്മാരോട് അവരെ ആശ്വസിപ്പിച്ചും അവരെ ബലപ്പെടുത്തിയും സംസാരിക്കുന്ന സംഭാഷണമാണ് നാം കാണുന്നത്. യോസേഫ് പഴയ നിയമത്തിലെ ഒരു പ്രധാന കഥാപുരുഷനാണ്. ഈ യോസേഫിനെ കർത്താവായ യേശുവിൻ്റെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെയധികം കാര്യങ്ങൾ യോസേഫിൻ്റെ ജീവിതത്തിലും നാം കാണുന്നുണ്ട്. യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രനായിരുന്നു. ഇത് സ്വർഗം തന്നെ പല പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യോസേഫ് യാക്കോബിൻ്റെ പ്രിയപുത്രനായിരുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരിൽ യോസേഫിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. യേശു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടു. യാക്കോബ് ഒരിക്കൽ തൻ്റെ മകനായ യോസേഫിനെ തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് വനാന്തരങ്ങളിൽ അയക്കപ്പെടുവാൻ ഇടയായി. അതുപോലെ നാം കാണുന്നത് യേശുവിനെ ഒരിക്കൽ ഒരു മലയിൽ നിന്നും ശത്രുക്കൾ കീഴോട്ട് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് പരിശ്രമിച്ചു. അതുപോലെ തന്നെ യോസേഫിനെ തൻ്റെ സ്വന്തം സഹോദരങ്ങൾ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. യേശുവിനെ തൻ്റെ ശിഷ്യൻ യൂദാസ് ഇസ്കരിയോത്ത വിറ്റുകാശാക്കി. യോസേഫിനെയും സമാനമായി തൻ്റെ സഹോദരന്മാർ കച്ചവടക്കാർക്ക് വിറ്റുകാശാക്കി. യേശുവിനെ ക്രൂശിൽ തറച്ചതായി നാം കാണുന്നു. യോസേഫിനെ ജയിലിലാക്കിയതായും നാം കാണുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് മഹത്വപൂർണനായി എന്ന് നാം കാണുന്നു. യോസേഫും വളരെയധികം നഷ്ട ശോധനകളിലൂടെ കടന്നുപോയിട്ട് മിസ്രൈമിൽ അവൻ ഒരു പ്രധാനമന്ത്രിയെ പോലെ ഒരു ധനകാര്യമന്ത്രിയായി മിസ്രൈമിലെ ജനങ്ങളും ആ പ്രദേശത്തിലെ സകലജാതി ജനങ്ങളും അവൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കാൻ തക്കവണ്ണം ദൈവം അവനെ ഉയർത്തി മഹത്വപൂർണനാക്കി എന്ന് നാം കാണുന്നു. ഇങ്ങനെ യോസേഫിനെയും യേശുവിനെയും താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു നിഴൽ പോലെ നാം യോസേഫിനെ
കാണുവാനിടയാവുന്നുണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 50:21 ചെറുപ്പകാലത്ത് യോസേഫിനെ വളരെയധികം ദ്വേഷിക്കുകയും പീഡിപ്പിക്കുകയും വിറ്റ് കാശാക്കുകയും ചെയ്ത ആ യോസേഫിൻ്റെ സഹോദരന്മാർ ദൈവം യോസേഫിനെ അനുഗ്രഹിച്ച് ഉയർത്തിയ ശേഷം വളരെ ഭയത്തോടെ യോസേഫിൻ്റെ അടുക്കൽ വരുമ്പോൾ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് വന്നത്. പണ്ട് ചെയ്ത തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക് ഇവൻ നമ്മെ ശിക്ഷിക്കും, പ്രതികാരം ചെയ്യുമെന്ന്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. അവനവരെ ആശ്വസിപ്പിക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്, പ്രതികാരം ചെയ്യുകയില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. എത്ര നല്ല മാതൃക! ആമേൻ, ആമേൻ. ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച